ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ ക്രാഫ്റ്റായിട്ടാണ്. നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ വേസ്റ്റ് ആയിരുന്ന സാധനമാണ് ഈ എഗ് കാർഡ്സ്. സോ ഇന്ന് ഈ എഗ് കാർഡ്സ് കൊണ്ട് സിമ്പിളായിട്ടുള്ള 5 ട്രിക്സാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തത് നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത് ഈ എഗ് കാർട്ടിൻ്റെ ഈ ഒരു ഒറ്റ കേസ് കൊണ്ടിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കുകയാണ്. സോ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഇനി ഇതിൻ്റെ സൈഡ്സ് എല്ലാം ഈവനായിട്ട് കട്ട് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്ട്രെയിറ്റ് കട്ട്, പിന്നൊന്ന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടൊരു കട്ട് കണ്ടോ. അതിനുശേഷം ഇതിന് ഓപ്പോസിറ്റായിട്ട് പിന്നെ 2 കട്ടുകൾ. സോ അപ്പോൾ ഈക്വൽ ലെങ്ത്തിലുള്ള 4 പെറ്റൽസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പെറ്റൽസിനെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യണം. സോ നോക്കൂ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ 4 പെറ്റലിൻ്റെ ഫ്ലവറാണ്. ഇനി അതൊരു മൾട്ടി പെറ്റൽ ഫ്ലവർ എങ്ങനെ, ഇതിലും സ്ട്രെയിറ്റ് ഒരു കട്ട് ഓപ്പോസിറ്റ് തന്നെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈവൻ ലെങ്ത് കിട്ടും. ഇനി ഇവിടെ 2 കട്ട് ഇവിടെ. ഇനി ഇതിൻ്റെ സൈഡ്സ് ഞാൻ കേർവ്ഡ് അല്ല, കുറച്ചും കൂടി ഒരു ഷാർപ്പായിട്ടുള്ളൊരു എഡ്ജാണ് ഉദ്ദേശിക്കുന്നത്. സോ നോക്കൂ, അടിപൊളിയായിട്ടുള്ള 2 ഫ്ലവേഴ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതല്ല ട്രിക്ക്, ഇത് ജസ്റ്റ് ബിഗിനിങ് ഓഫ് ട്രിക്കാണ്. സോ ഫസ്റ്റ് നമ്മളുടെ ക്രാഫ്റ്റ് ഐഡിയയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഉള്ള സ്റ്റെപ്പാണിത്. സോ നമ്മളിനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പെറ്റലാണ്, ഈ ഒരു ടൈപ്പാണ് ആദ്യത്തേന് യൂസ് ചെയ്യുന്നത്. അതിലെ ഓരോ പെറ്റൽസ് വീതം കട്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷം പഴയൊരു CD എടുത്തിട്ട് ഓരോ എണ്ണം നമ്മൾ എടുക്കുന്നത് ചെറുത് ഇങ്ങനത്തതും, പിന്നെ ബാക്കിയെല്ലാം നമ്മൾ പെറ്റൽസാണ് എടുക്കുന്നത്. സോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ ഫസ്റ്റ് ട്രിക്കിന് നമ്മളിതിനെ ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഒരെണ്ണമാക്കി വച്ചിട്ട്, കണ്ടോ, ഒരു ബഡ് ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഇതിനെ നമ്മൾ ഗ്ലൂ ചെയ്യാം. എന്നിട്ട് ഗ്ലൂ ചെയ്തിട്ട് CDയുടെ സെൻറ്റർ പോർഷനിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കണം. സോ നമ്മളിത് ആ സെൻറ്റർ പോർഷൻ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ചെയ്യേണ്ടത് ചെറിയ ചെറിയ പെറ്റൽസ് ഇതിന് തൊട്ടായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ കൊടുക്കുമ്പോൾ ഓവർലാപ്പിംഗ് ആയിട്ട് കൊടുക്കുമ്പോഴായിരിക്കും നല്ലത്. നമുക്ക് നമ്മുടെ ഒരു ലെയർ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരെണ്ണം സൈഡ്സിനെ ഒട്ടിച്ചു തുടങ്ങാം. സോ അപ്പോൾ നമുക്ക് ഉള്ളിലുള്ള ഗ്യാപ്പ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നർ പെറ്റൽസ് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഔട്ടർ പെറ്റൽസിൻ്റെ അടുത്ത ലെയർ ഒട്ടിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഗ്യാപ്പിൽ ഒട്ടിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഇത് പ്രൊജക്റ്റ് ചെയ്ത് വന്നോളൂ. സുധാ നമ്മളുടെ ഫൈനൽ പ്രൊഡക്റ്റ് ഒരു റോസാണ്, ലോട്ടസ് ആണോ എന്നൊന്നും എനിക്കറിയില്ല, ഇതായിട്ടുണ്ട്. സോ ഞാൻ ലോങ് വീഡിയോ ആയതുകൊണ്ടാണ് ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിട്ടുള്ള
സ്റ്റിക്കിംഗ് എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ സിമ്പിളാണ്. ഈ പാറ്റേണിൽ പോലെ തന്നെ ഒരെണ്ണത്തിൻ്റെ ഗ്യാപ്പിൽ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. സോ ഞാൻ പെയിൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും യൂസ് ചെയ്യാറ് ഗോൾഡൻ ആണെന്നുണ്ടെങ്കിൽ ഫെവിക്രിലിൻ്റെ കളേഴ്സ് ആയിരിക്കും. കാരണം അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള കോട്ടിംഗ് ആയിരിക്കും കിട്ടുന്നത്. സോ നമുക്കിതിനെ ഗോൾഡൻ പെയിൻറ്റ് ചെയ്യാം. കണ്ടോ ഫൈനൽ പ്രൊഡക്റ്റ്. ഞാൻ കംപ്ലീറ്റ് ഗോൾഡൻ കൊടുത്തില്ല. എനിക്ക് ഈ ഒരു എഗ് കേസിൻ്റെ സ്ട്രക്ചർ, ഈ ഒരു കളറ് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. സോ നമ്മുടെ ക്രാഫ്റ്റ് 1 കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി 2ലേക്ക് കിടക്കാം. പറയുന്നത് റോസാണ്. നമുക്ക് ഒരു ബൊക്കെ പോലെയോ അങ്ങനെ പല ഇതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും റോസ്. സോ ആദ്യം റോസിന് നമ്മളിതുപോലെ മൾട്ടിപെറ്റലിൻ്റെ ഇതെടുത്ത് ഞാൻ ഓൾറെഡി പെയിൻറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. നമ്മൾ മറ്റേതിൻ്റെ സെൻറ്റർ പോർഷൻ ചെയ്ത പോലെ ഒരെണ്ണം ഓവർലാപ്പ് ചെയ്ത് അടുത്തത് ഇങ്ങനെ വച്ചിട്ട് കണ്ടോ ഒരു ബഡ് കണ്ടോ, ബഡ് പോലെ ആദ്യം ഉണ്ടാക്കണം. പിന്നെ അടുത്തത് കുറച്ചും കൂടി ഇതിന് വ്യത്യാസമുള്ള എടുത്തിട്ട് ഇതുപോലെ ഓവർലാപ്പ് ചെയ്ത് ഇതിന് പുറമെ വെക്കാം. നെക്സ്റ്റ് വൺ എടുത്തിട്ട് ഈ സെൻറ്റർ പോർഷൻ ഇവിടെ വെച്ച് അതും ഓവർലാപ്പ് ചെയ്ത് വയ്ക്കുക. ലാസ്റ്റ് പെറ്റൽ ആസ് സച്ച് വയ്ക്കുക. സോ നമ്മുടെ ക്രാഫ്റ്റ് ഐറ്റം 2 പെറ്റൽ റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഇതിന് ഞാൻ ലീഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സെയിം ഇത് വെച്ചിട്ട് തന്നെ. ലീഫ് എങ്ങനെ ഉണ്ടാക്കണേന്നറിയോ? ലീഫിന് ഇത് കണ്ടോ, വളവ് നോർമലി ഇതിൽ തന്നെ ഒരു കേർവ് ഉണ്ട്. അപ്പോൾ കേർവ് വെച്ചിട്ടുള്ള ലീഫ് ഉണ്ടാക്കണം എങ്ങനെയെന്ന് കാണിച്ചു തരാം. സോ ഇത് നമുക്ക് ഒരു എന്താ പറയുക, ട്വിഗിലോ അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള വയറിലൊക്കെ വെച്ചിട്ട് വലിയ ബൊക്കേസിൽ വയ്ക്കാം, പോട്ട്സിൽ വയ്ക്കാം. പല ടൈപ്പിൽ നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ലീഫ് കാണാം. ലീഫിന് ഇങ്ങനത്തെ കേസാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മളിപ്പുറത്തെ കേസ് നമുക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്തിട്ട് മൾട്ടിപെറ്റൽ ഫ്ലവർ എടുക്കും. എന്നിട്ട് അതിൻ്റെ ഈ ഭാഗം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയൊരു ഇതാണ്. അതിൻ്റെ ഈ പോർഷൻ കണ്ടോ, ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഒരു കർവ് കണ്ടോ. സോ നമ്മൾ ലീഫിൻ്റെ ഷേപ്പ് കണ്ടോ, നോർമലി തന്നെ കർവ്ഡ് ആയിട്ടുള്ള നല്ല ലീഫ് കിട്ടും. ഇൻ കേസ് നമുക്ക് വളയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രഷിൻ്റെയോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. സോ ലീഫ് വെച്ചിട്ട് നമുക്ക് പല ടൈപ്പിൽ പല സൈസിൽ ലീവ്സ് ഉണ്ടാക്കാൻ പറ്റും. സോ അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ഇതായിട്ടുള്ള റോസ് കഴിഞ്ഞു. ഈ റോസ് വെച്ചിട്ടുള്ള വേറൊരു ട്രിക്കാണ് ഞാൻ തേർഡ് പറയാൻ പോകുന്നത്. തേർഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റ് കാർഡ്സിൽ അല്ലെങ്കിൽ ഗിഫ്റ്റ് ഐറ്റംസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള റാപ്പിങ്സിലൊക്കെ നമുക്ക് ഈ ഫ്ലവേഴ്സിനെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. സോ 3 കഴിഞ്ഞു. സോ നമുക്ക് 4ലേക്ക് കടക്കാം. 4ലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് പേപ്പേഴ്സാണ് വേണ്ടത്. A4 പേപ്പർ ഓർ ന്യൂസ് പേപ്പർ എടുത്താൽ മതി. ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പെൻസിൽ എടുക്കുക. ഞാൻ കുറച്ച് കട്ടിയുള്ളൊരു റോഡാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് പെൻസിൽ എടുക്കണം. നിങ്ങൾക്ക് ട്വിക്സോ ഓർ ഈർക്കിലി അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. സോ നമ്മളിതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റോൾ ചെയ്യാം. ടൈറ്റായിട്ട് റോൾ ചെയ്യണം കേട്ടോ. റോൾ ചെയ്ത് വരുമ്പോൾ പെൻസിൽ നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ഇത് സ്റ്റിക്ക് ചെയ്യുക. സോ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിലുള്ള ഇത് കിട്ടും. സോ നമ്മളൊരു ഞാൻ ഉണ്ടാക്കുന്ന ഷേപ്പ് കാണിച്ചു തരാം. എന്താ ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. സോ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഷേപ്പ്. അപ്പോൾ ഈക്വൽ ലെങ്ത്തിലുള്ള ഞാൻ ന്യൂസ് പേപ്പറാണ് യൂസ് ചെയ്തത്. കാരണം ന്യൂസ് പേപ്പർ കുറേ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ സോ ഇങ്ങനെ റീസൈക്കിൾ ചെയ്യാമെന്ന്
ന്യൂസ് പേപ്പർ വെച്ച് കട്ട് ചെയ്ത് നമുക്ക് ഡിസൈഡ് ഒരു പാറ്റേണിൽ ചെയ്യാം. ഞാനിതിപ്പോൾ 3 ട്രയാങ്കിൾ ഇങ്ങനെ മുകളിൽ നിന്ന് ഹാങ് ചെയ്യാവുന്ന കണക്കിലാണ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് പെയിൻറ്റ് ചെയ്യണം. സോ ഞാനിതിന് ഒരു പെർഫെക്റ്റ് കളർ ഇട്ടാൻ വേണ്ടിയിട്ട് ബ്ലാക്കാണ് പെയിൻറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് പെയിൻറ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവും നോക്കാം. സോ അപ്പോൾ അതാ നമ്മുടെ പെയിൻറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ബ്ലാക്കിൽ ലൈറ്റായിട്ടൊരു ഗോൾഡൻ മിക്സ് ചെയ്തിട്ടോ. അപ്പോൾ ഈ ഫെവിക്രിലിൻ്റെ ഗോൾഡൻ മിക്സ് ചെയ്യുമ്പോൾ കണ്ടോ നമുക്ക് നാച്ചുറലി ബ്ലാക്കിൽ പൂൾ ആഡ് ചെയ്യുമ്പോൾ ഒരു ഷൈനിങ് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഫ്ലവേഴ്സ് ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാറ്റേണിൽ ഫിക്സ് ചെയ്യാം. നമ്മൾ ഫെവിക്വിക്കോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ലീവ്സ് ഉണ്ടാക്കി വെച്ചതും ആഡ് ചെയ്യാം. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. സോ ലീവ്സും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ അങ്ങനെ നമുക്കിത് കംപ്ലീറ്റ് ഒട്ടിച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ, ഇത് എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് കണ്ടോ. സോ അപ്പം നമ്മളുടെ ഈ ഹാക്കും കഴിഞ്ഞിരിക്കണു. അതിനാദ്യം വേണ്ടതൊരു പഴയ ബാങ്കിൾ. പിന്നെ ഞാൻ ഇത് ചെറുതാണ് എടുത്തേക്കുന്നത്. നല്ലൊരു ബ്ലൂ കളർ അടിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. സോ ഇതിൽ നമ്മൾ കോർത്ത് കെട്ടണ്ട, നല്ലൊരു ഇതിൽ കോർത്തിട്ട് ഇതിൽ കൂടി കയറ്റാം. എന്നിട്ട് ഇപ്പുറത്തെത്തുമ്പോൾ ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം. ഇതാ കണ്ടോ, ഇങ്ങനെ നമുക്ക് വേണ്ട ലെങ്ത്തിൽ ഈ ഒരു ലെങ്ത്താണ് ഞാൻ ഉദ്ദേശിക്കണേ. ഒരെണ്ണം ഉള്ളൂ ഇത്. അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് 3 സൈഡുണ്ട്, 3 സൈഡും കെട്ടി നോക്കാം. രണ്ടാമത്തത് കെട്ടണതിന് മുന്നായിട്ട് നമ്മളിവിടെ എവിടെയെങ്കിലുമായിട്ടൊരു അടുത്ത കെട്ടും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ രണ്ടാമത്തത് നമുക്ക് വേണ്ട പൊസിഷനിൽ വന്നിട്ട് സ്റ്റക്കായി നിന്നോളൂ. ഇനി രണ്ടാമത്തേനെ നമ്മൾ ഇതിൽ തിരിച്ച് വേണം കയറ്റാൻ. കണ്ടോ, കറക്റ്റ് അവിടെ ആയപ്പോൾ നിന്ന്. ഇനി ഇത് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യാം. കെട്ടിയോ പേസ്റ്റോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. സോ നമ്മുടെ കൈമ ഇതാ റെഡി ആയിട്ടുണ്ട്. നേരെ കാണിക്കാൻ പറ്റുന്നില്ല. സോ അങ്ങനെ നമ്മുടെ 5th ട്രിക്കും കഴിഞ്ഞിരിക്കുന്നു.